മമ്മൂക്കയുടെ ഫാനായിരുന്നു. സിനിമയേക്കാളേറെ മമ്മൂക്കയുടെ ഫാനായിരുന്നു. മമ്മൂക്ക ഫാനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോട്ടയം കുഞ്ഞച്ചൻ ചെയ്തു, കാർണിവൽ ചെയ്തു. അപ്പോഴൊക്കെ നല്ല ടേംസ് ആണ്. പിന്നീട് ഞാൻ ആ പറഞ്ഞ കാര്യം എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞറിഞ്ഞ കാര്യമാണ്. മമ്മൂക്ക എന്നോട് സംസാരിക്കാറില്ലായിരുന്നു. ഒരു നല്ല സ്നേഹമായിരുന്നു കോട്ടയം കുഞ്ഞച്ചന്റെ സമയത്തും കാർണിവലിന്റെ സമയത്തും ഒക്കെ. അത് കഴിഞ്ഞിട്ട് എപ്പോഴും പുള്ളി ഈ ജനറൽ ബോഡി മീറ്റിങ്ങിനൊക്കെയാണ് നമ്മൾ സാധാരണ. പിന്നെ ഒരുപാട് പടങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ല. അപ്പോൾ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും നമ്മൾ അങ്ങോട്ട് മമ്മൂക്കയോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങോട്ട് ചെന്ന് ഹായ് ഗുഡ് മോർണിംഗ് മമ്മൂക്ക, ആ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പോൾ ഒരു എന്തോ ഒരു അകൽച്ച, ഒരു ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ട് എനിക്ക്. മറുപടി എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ വരുന്നില്ല. ഒരു കുശലാന്വേഷണവും പുള്ളി നടത്താറില്ല. സാധാരണ രീതിയിൽ അത്ര മുമ്പ് അഭിനയിച്ച സാധാരണ സംസാരിക്കുന്ന ഒരാളല്ലേ? നന്നായി സംസാരിക്കുന്നു. കോട്ടയം കുഞ്ഞച്ചന്റെ സമയത്തും കാർണിവലിന്റെ സമയത്തും ഒക്കെ നന്നായി. പിന്നെ ആ സമയം കഴിഞ്ഞ പെട്ടെന്ന് തന്നെ എന്റെ ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞല്ലോ ആ സമയത്ത്. പിന്നെ ഞാൻ കാണുന്നത് പുള്ളിയെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമരത്തിന്റെ ലൊക്കേഷനിൽ ആലപ്പുഴയിൽ, ഞാനും സുരേഷ് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ. അപ്പോൾ പുള്ളി എന്താണ് രണ്ടുപേരും കൂടെ അത്ര മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ കൂടുതലൊന്നും പുള്ളി സംസാരിക്കുന്നുണ്ട്. അല്ല, അതൊന്നും എനിക്ക് തോന്നിയില്ല, അന്നൊന്നും തോന്നിയില്ല. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാനത് ആ ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിവാഹത്തിന്റെ സമയത്ത് തന്നെ എൻ്റെ ഫാദറും അദ്ദേഹത്തിന്റെ സുരേഷ് ഏട്ടന്റെ അമ്മയും അച്ഛനും ഒക്കെ മമ്മൂക്ക എടുത്ത് എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ വാപ്പി പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് സംസാരിക്കാനും പറ്റി. തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് ഏതോ പടത്തിന്റെ ഷൂട്ടാണ്. വാപ്പി തിരുവനന്തപുരത്ത് പോയാ കേട്ടോ പറഞ്ഞത് പുള്ളിയോട്. അപ്പോൾ എന്നോട് സംസാരിക്കാനും പറ്റിയില്ല. പക്ഷെ അതൊക്കെ കൊണ്ടാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല സത്യത്തിൽ. എപ്പോഴെങ്കിലും പക്ഷെ ഇങ്ങനെ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ശരിക്കും മമ്മൂക്കയോട് തുറന്ന് സംസാരിക്കുന്നതായിരുന്നില്ലേ? അങ്ങനെ നമ്മൾ കാണുന്നില്ലല്ലോ, ഞങ്ങൾ സിനിമകളും ചെയ്യുന്നില്ല. പിന്നീട് ഒറ്റ സിനിമ പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്തത് 2020-ലാണ്. അന്നും പുള്ളി എന്നോട് സംസാരിച്ചിട്ടില്ല. അന്ന് പുള്ളി നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു സീൻ, ഒരു വലിയ സീനാണ്. ഒരു 1-2 ദിവസം ആ സീൻ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഒരു ഹായ് ഹായ് എന്നല്ലാതെ എന്നോട് സംസാരിച്ചിട്ടില്ല. എന്തോ വ്യക്തമായ കാരണം ഉണ്ടെന്നുള്ള എനിക്കറിയാം. പുള്ളിക്ക് എന്തോ മനസ്സിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് തെറ്റിദ്ധാരണ, അറിഞ്ഞ കാര്യം എന്തായാലും അതൊന്നും സത്യമല്ല എന്നിപ്പോ നമുക്ക് പറയാൻ, മമ്മൂക്കയെ നേരിട്ട് കണ്ടാലല്ലേ പറയാൻ പറ്റും. എന്താണെന്ന് അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂല. പിന്നെ 2-3 പ്രാവശ്യം കണ്ടു, വേണ്ടി ഇങ്ങനെ ഹായ് ഹായ് പറഞ്ഞു, സംസാരിച്ചു, ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഫംഗ്ഷനും കണ്ടിട്ടുണ്ട്. അപ്പോഴും ഒക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഗുഡ് മോർണിംഗ് പറയും. അപ്പൊ പുള്ളി വലിയ നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മളോടൊരു സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവുമല്ലോ. അത് പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഞാനും അങ്ങോട്ട് പുള്ളിയെ കണ്ടാൽ അങ്ങോട്ട് പോയി സംസാരിക്കാൻ മെനക്കെടാറില്ല, മിണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ വ്യക്തമായിട്ട് സിനിമയിലുള്ളവർ തന്നെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. പുള്ളിയുമായിട്ടും ബന്ധമുണ്ട്, ഞാനുമായിട്ടും ഒക്കെ അടുപ്പമുള്ള ആൾക്കാർ. എന്താണ് മമ്മൂക്ക ഇങ്ങനെ പടങ്ങളിൽ നിന്ന് മാറ്റി പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടോ, എന്നോട് പറഞ്ഞിട്ടുള്ളത്. പടങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതറിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് അപ്പോഴൊന്നും ക്ലിയർ ചെയ്യാനൊന്നും പോയില്ല. ജനറൽ ബോഡിക്ക് ഇന്നസെന്റ് ഏട്ടനെ കണ്ടപ്പോൾ ഇന്നസെന്റ് ഏട്ടനോട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ 10, 20, 15, 20 ആ സമയത്ത് ഇന്നസെന്റ് ഏട്ടനൊക്കെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തുള്ള കാര്യമാണ്. അപ്പൊ അത് പ്ലസായിൽ വെച്ചിട്ടുള്ള ജനറൽ ബോഡിക്കാണ് ഞാൻ പറയുന്നത് ഇന്നസെന്റ് ഏട്ടൻ്റെ അടുത്ത്. ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്റെ വാപ്പിയാ പറഞ്ഞു, നീ ഇന്നസെന്റിനോട് പറയണം, ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നസെന്റ് ഏട്ടനോട് ഇത് സംസാരിച്ചപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ ചോദിക്കാം, അങ്ങനെയുള്ള നമുക്കത് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട ഇന്നസെന്റ് ഏട്ടാ. എനിക്കത് അപ്പൊ കേട്ടപ്പോൾ നല്ല സങ്കടം തോന്നിയെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു, ഞാനും അദ്ദേഹമൊക്കെ വിശ്വസിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ. അപ്പൊ ആ പടച്ചവൻ എനിക്ക് വിധിച്ചത് ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റത്തില്ല, എനിക്ക് കിട്ടും. അല്ലാത്തത് എനിക്ക് കിട്ടത്തില്ല, അത് ആര് വിചാരിച്ചാലും തരാനും പറ്റത്തില്ല. ആ വിശ്വാസത്തിലാണ് ഞാൻ എന്ന് പുള്ളിയോടൊന്ന് പറഞ്ഞേക്ക് എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇന്നസെന്റ് ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ പിന്നെ ഞങ്ങൾ കണ്ടപ്പോ ഞാനത് സംസാരിച്ചു കേട്ടോ. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു.
എന്തായാലും നമ്മള് ബീച്ചിന്റെ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ, അല്ലേ? ആലപ്പുഴ എന്തായാലും ആലപ്പുഴ ബീച്ച് വന്നിട്ട് ബീച്ചിൽ കയറാതെ പറ്റില്ല അല്ലേ? പിന്നെ നമുക്കൊന്ന് ബീച്ചിൽ പോയിരുന്നു. കേരളത്തിലെ ഏറ്റവും നല്ല ഏറ്റവും നല്ല ബീച്ചുകൾ ഒന്നാണ് ബീച്ച് ആലപ്പുഴയാണ്. പഴയകാല സിനിമകളിലൂടെ നമുക്ക് ഏറ്റവും പരിചിതയായ ഒരു നടിയാണ് ഉഷ. പഴയകാല സിനിമകളിലെല്ലാം തന്നെ സഹോദരിയായും അമ്മ കഥാപാത്രങ്ങളായും ചേച്ചിയായും അനിയത്തിയായും ഒക്കെ നിറഞ്ഞു നിന്ന നടി തന്നെയാണ് ഉഷ. ക്യാരക്ടർ റോളുകൾ ചെയ്ത നടിയെ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇപ്പോൾ ഒരുപാട് മാറി. സിനിമയിൽ ഒരു വലിയ ഒരു സമയത്ത് നിന്ന നടി പിന്നീട് സിനിമയിൽ നിന്നും അകന്നു നിന്നിരുന്നു. പിന്നീട് കുറെ തുറന്നു പറച്ചിലുകളുമായിട്ടാണ് ഉഷ നമുക്ക് മുന്നിലേക്ക് എത്തിയത്. നടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും എല്ലാം നടി തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് താൻ അറിഞ്ഞതായി പഴയകാല നടി ഉഷ പറയുന്നു. എന്നോട് ഫിക്സ് ചെയ്ത പടമാണ് നമ്മുടെ ഡയറക്ടർ മാർത്താണ്ഡൻ, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്. അതിനകത്ത് ഒരു കഥാപാത്രം എന്നോട് പറഞ്ഞതനുസരിച്ച് ആ കഥാപാത്രം ഞാനല്ല ചെയ്തത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പറഞ്ഞിട്ടേ ഇല്ല. ഈ പടത്തിന്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ തൊട്ട് മാർത്താണ്ഡൻ എന്നോട് പറഞ്ഞിരുന്നു, ചേച്ചി ഈ സംഭവം ചേച്ചിക്ക് ഭയങ്കര ബ്രേക്ക് ആവും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ആ സമയത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. മാർത്താണ്ഡനോട് ഞാൻ സംസാരിച്ചു. മാർത്താണ്ഡനോട് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ നിസ്സഹായനായിരുന്നു. മാർത്താണ്ഡൻ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീട്ടില് ഒരു കാലഘട്ടത്തില് നമ്മുടെ വീട്ടിൽ എൻ്റെ അനിയൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. നിസാർക്കാട്, ഇവരൊക്കെ നിസാർക്കാട് അസിസ്റ്റൻസ് ആയിരുന്നു. അപ്പൊ മാർത്താണ്ഡൻ എനിക്ക് പിന്നെ ഒരു അനിയനെ പോലെയാ. അപ്പൊ ഞാൻ ചോദിച്ചിട്ടല്ല. ഞങ്ങൾ എറണാകുളത്തായിരുന്നു അപ്പൊ താമസിച്ചോണ്ടിരുന്നത്. ഞാനും ഹസ്ബൻഡും കമ്മനത്താ താമസിക്കുന്നത്, ഡിഡിയില്. അപ്പൊ ഞങ്ങൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ മിക്കവാറും കാണും മാർത്താണ്ഡൻ. അപ്പൊ അവൻ ചേച്ചി ഭയങ്കര സന്തോഷം, ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു. പ്രിയപ്പെട്ട ഒരാളാണ് അല്ലെ? അദ്ദേഹം തന്നെ വേഷം പറഞ്ഞു വെച്ചതാണ്. പിന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് തന്റെ താല്പര്യക്കേട് കൊണ്ടായിരിക്കും, വേറെ മറ്റെന്തെങ്കിലും അവന് ഇഷ്ടമുണ്ടോ? ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ അവൻ എന്നോട് പറയുന്നത്, മാർത്താണ്ഡൻ പറയുന്നത്. മാറ്റിയതിന്റെ കാരണം പറഞ്ഞില്ല. ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ സിനിമയിൽ മാറ്റി നിർത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. എവിടേക്കോ പറയാൻ വന്നൊരു കാര്യത്തെ കൃത്യമായിട്ട് അതിനെ അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ കഥ വേണ്ട, ചെറുതാക്കി. സത്യത്തിനെതിരെ സത്യത്തിന് വേണ്ടി സംസാരിച്ചതും ന്യായത്തിന് വേണ്ടി സംസാരിച്ചത് കൊണ്ടും എനിക്കെതിരെ ഒരു എപ്പോഴും സത്യം പറയുന്നവർക്ക് ശത്രുക്കൾ കൂടുന്നതാണ്. ഞാനൊരു പോരാട്ടമാണ് നടത്തിയത് ആ സമയത്ത്. ശരിക്കും എവിടെയാ അത്തരത്തില് പെട്ടുപോയത്? എവിടെയായിരുന്നു? സിനിമയിൽ തന്നെ. എന്തെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട വിഷയമാണോ അതോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്? സിനിമയുമായി സംഘടനാപരമായിട്ടുള്ളൊരു കാര്യമാണ് ആയിരുന്നു. അമ്മ മലയാളത്തിന്റെ മെഗാതാരം ഉഷ എന്ന നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് ഒരു കമന്റ് കണ്ടിരുന്നുവെന്ന് അവതാരകൻ ചോദിച്ചപ്പോഴാണ് ഇക്കാര്യം നടി പറഞ്ഞത്. ഞാനും ഇത്തരം കമന്റുകൾ വായിച്ചിട്ടുണ്ട്. മമ്മൂക്ക എന്റെ അവസരം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന്. എനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന്. അങ്ങനെ ചില ചിത്രങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആദ്യം നല്ല വിഷമം തോന്നി. അന്നത്തെ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചിരുന്നു. അമ്മയുടെ ജനറൽ ബോഡി നടന്ന സമയത്താണ് അത് ഞാൻ സൂചിപ്പിച്ചത്. ഇങ്ങനെയൊരു കാര്യമുണ്ട്, എല്ലാവരും പറയുന്നുവെന്നാണ് ഞാൻ ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞത്. ചേട്ടൻ എന്നോട് മമ്മൂട്ടിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എനിക്കതിൽ സങ്കടമോ പരാതിയോ ഇല്ലെന്ന് മമ്മൂക്കയോട് പറയണമെന്ന് അന്ന് ഞാൻ പറഞ്ഞുവെന്ന് ഉഷ പറയുന്നു. ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ടെന്നും ഉഷ പറയുന്നുണ്ട്. നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പെപ്പയുടെ പുതിയൊരു ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നും അന്ന് നടി പറഞ്ഞിരുന്നു. മോഹൻലാലുമായി നല്ല ബന്ധമാണ്. ഈ സീസണിലെ ബിഗ് ബോസിൽ വിളിച്ചിരുന്നു. പക്ഷെ ആ സമയം നല്ല തിരക്കുള്ള സമയമായിരുന്നു. കാരണം ഡാൻസ് സ്കൂളിന്റെ ഓപ്പണിംഗ്, പിന്നെ തെരഞ്ഞെടുപ്പ്, അതിന്റെ തിരക്കിലായതിനാൽ ഞാൻ ആ ഓഫർ വേണ്ട എന്ന് വെച്ചു. പിന്നെ വലിയ താല്പര്യമില്ലായിരുന്നു ആ ഷോയിലേക്ക് പോകാനെന്നും ഉഷ പറയുന്നു. മമ്മൂക്കയെ കുറിച്ചുള്ള ഉഷയുടെ തുറന്നു പറച്ചിലുകൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. കാരണം ഇവരൊക്കെയായി വലിയ അടുപ്പമുള്ള താരമായിരുന്നു മമ്മൂക്ക. ആദ്യമൊക്കെ കാണുമ്പോൾ കുശലാന്വേഷണം പറയുകയും കാര്യങ്ങൾ ചോദിക്കുകയും, ഓരോ താരങ്ങളും മമ്മൂക്കയെ പറ്റി ഇതുവരെയും ഒരു നെഗറ്റീവ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. എല്ലാവരും മമ്മൂക്കയെ ചെന്ന് കാണുമ്പോൾ മമ്മൂക്ക എല്ലാവരോടും ചിരിച്ചുകൊണ്ട് വിശേഷങ്ങൾ ചോദിക്കും എന്ന് തന്നെയാണ് ഓരോ ഇന്റർവ്യൂവിലും ഓരോ താരങ്ങളും പറയാറുള്ളത്. എന്നാൽ അതൊക്കെ മാറ്റി പറയുകയാണ് ഉഷ. എന്നെങ്കിലും ഈ വിശ്വസിക്കുന്ന പടച്ചോൻ ഉണ്ടെങ്കിൽ എന്നെങ്കിലും ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറുമെന്നും ഉഷ പറയുന്നുണ്ട്.